ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഇരിഞ്ഞാലക്കുട മിഷൻ ഹോസ്പിറ്റലിനടുത്തുള്ള പീപ്പീസ് ആർക്കേഡിന്റെ മുമ്പിലാണ്. ഇവിടെ ഒരു കിഡിലൻ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, അതും ഒരു ടർക്കിഷ് റെസ്റ്റോറന്റ്. അപ്പൊ പിന്നെ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോ ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇതിന്റെ മുമ്പിലും ഓപ്പോസിറ്റ് സൈഡിലും. അപ്പോ ഇതാണ് ടാക്സൺ ദ ടർക്കിഷ് റെസ്റ്റോറന്റ്. അപ്പൊ ഈ ഒരു സ്പേസ് കണ്ടപ്പോ വിചാരിച്ചു വളരെ ചെറുതാണല്ലോ എന്ന്. പക്ഷെ ഇത് ശരിക്കും ഇവരുടെ കിച്ചൺ ആൻഡ് പാൻട്രി ഏരിയ ആണ്. ഇവിടെയാണ് ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. റെസ്റ്റോറന്റ് മുകളിലാണ് പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനം വന്നത്. അപ്പൊ റെസ്റ്റോറന്റിലേക്ക് എത്താൻ ഒരു ലിഫ്റ്റ് ഒന്നും കണ്ടില്ല. പക്ഷെ ബിൽഡിങ്ങിന്റെ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റെയർ കേസ് കയറി ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ റെസ്റ്റോറന്റ് എൻട്രൻസ്. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ആഹാ, കൊള്ളാം. നല്ല ഹ്യൂജ് ഹാള് പോലുള്ള ഒരു സ്പേസ് ആണ്. അതിന്റെ റൈറ്റ് സൈഡിൽ ഇവരുടെ റിസപ്ഷൻ ഡെസ്ക് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ചെയർസും സീറ്റ്സും ഒക്കെ ഇവരുടെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽസുമായി മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ലൊരു രീതിയിലാണ് ഇവിടെ ഫർണിഷ് ചെയ്തിട്ടുള്ളത്. നല്ല പ്ലഷ് സീറ്റ്സും നല്ല നീറ്റ് ആൻഡ് ടൈഡി ടേബിൾസ് ഒക്കെ ആയിട്ട് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വുഡൻ ഫ്ലോറിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ എൻഡിൽ ഇവരുടെ വാഷ്റൂമും വരുന്നുണ്ട്. ഒരു ചെറിയൊരു പാൻട്രി ഏരിയയും വരുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഒരു കൂളറും ഉണ്ട്. ശരിക്കും നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയുള്ള ഒരു ഫാമിലി ഡൈനിങ് സ്പോട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ തുർക്കിഷ് ഫുഡാണ് മെയിൻ ആയിട്ട് ഓർഡർ ചെയ്തത്. ഇവർക്ക് ഇത് കൂടാതെ ഇന്ത്യൻ കബാബ്സും ടിക്കാസും എല്ലാം ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഇവരുടെ തുർക്കിഷ് ഫുഡാണ് കുറച്ച് അട്രാക്റ്റീവായി ഫീൽ ചെയ്തത്. അപ്പൊ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് തുർക്കിഷ് പിസ്സാസ് അല്ലെങ്കിൽ പിഡേസും പിന്നെ ഇവരുടെ ഷവർമ റോൾസും പിന്നെ അതേപോലെ 2 തരം ബെവറേജസും ഒരു ഗ്രിൽഡ് ഐറ്റമും പിന്നെ ഇവരുടെ സ്വീറ്റ് ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ആദ്യം എത്തിയത് ഇവരുടെ പിഡേസ് തന്നെയാണ്. അതിൽ ഒരു റെഗുലർ സൈസും വന്നു, ഒരു ലാർജ് സൈസും വന്നു, പിന്നെ ഒരു ഗ്രിൽ ഐറ്റം വന്നിട്ടുണ്ട്, പിന്നെ 2 തരം റോൾസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ 2 ഡിഫറെന്റ് ഡ്രിങ്ക്സ്. ഇനി 2 ഐറ്റം കൂടി വരാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഒരു ബീഫ് പീഡെ വിത്ത് ചീസിൽ നിന്നും തുടങ്ങാം. അതിന്റെ റെഗുലർ സൈസാണ് ഈ കാണുന്നത്. ആഹാ, ആ ചീസൊക്കെ സ്ട്രെച്ച് ആവുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ചീസ് ലവേഴ്സിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല ജ്യൂസി ബീഫ് പീസസ് ആയിട്ടുള്ള ഒരു ചീസി പിടയാണ്. ഒരു കിഡിലൻ സംഗതിയാണ്. ശരിക്കും ആ ചീസ് ഉള്ളത് കൊണ്ടാണ് ചെറിയൊരു വെറ്റ്നെസ്സും നല്ല ടേസ്റ്റും ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് ചീസും ബീഫ് ലവേഴ്സിന് എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇത് കഴിച്ചത് അയച്ചപ്പോ ഇവരുടെ ലിച്ചി ബബിൾ മൊഹിത്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഒരു സിപ്പ് എടുത്ത് നോക്കി. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി. കൊള്ളാം. നല്ലൊരു നാച്ചുറൽ ലിച്ചി ഫ്ലേവർ ഉള്ള ഒരു മൊഹിത്തോ തന്നെയാണ്. അതിന്റെ കൂടെ ഇവരുടെ സ്ട്രോബെറി ഫ്ലേവേർഡ് ബബിളും കൂടി ആയപ്പോ നല്ലൊരു ടെംപ്റ്റിംഗ് ലുക്കുമായിരുന്നു, നല്ല ഫ്ലേവറും ആയിരുന്നു. ശരിക്കും അത് കുടിച്ചു കഴിഞ്ഞ് വായിൽ പൊട്ടുമ്പോൾ ആ സ്ട്രോബെറി ഫ്ലേവർ കിട്ടുന്നുണ്ടായിരുന്നു. അടുത്ത് നമുക്ക് ഇവരുടെ ടെൻഡർ കോക്കനട്ട് ബബിൾ ടീന്നും ഒരു സിപ്പ് എടുത്ത് നോക്കാം. ഇതിനും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ ബബിൾ ടീ അല്ലെങ്കിൽ ബോബ ടീ ആയതുകൊണ്ട് ഈ ഒരു റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ടെൻഡർ കോക്കനട്ട് പോലെ ഫീൽ ചെയ്തില്ല. വേറെ എന്തോ ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ ബോബയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ടാപ്പിയോക്ക പേൾസ് ആണ്. അപ്പൊ ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സ്വീറ്റ് ഐറ്റമും എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഇവരുടെ അത്തോം ഡോണർ റോൾ ബീഫിന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബീഫ് ഷവർമ വളരെ റെയർ ആയിട്ടാണ് അവൈലബിൾ. ഈ ഒരു റേറ്റ് ആണ് വരുന്നത് ബീഫ് ആയതുകൊണ്ട്. പിന്നെ അത്തോം സോസ് ഒരു ടിപ്പിക്കൽ തുർക്കിഷ് സോസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സോസ് ഉപയോഗിച്ചിട്ടുള്ള ഷവർമ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം. നല്ല തിൻ സ്ലൈസ്ഡ് ബീഫ് ഷവർമ പീസസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ തൈരിന്റെ പുളിപ്പുള്ള ഒരു സോസും വെജിറ്റബിൾസും ഒക്കെ ആവുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അതും ബീഫിന്റെ കൂടെയാണ് ഇത് നല്ല സൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഇവരുടെ കോക്ടെയിൽ ഡോണർ റോൾ ചിക്കന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വരുന്ന റേറ്റ് ആണ് ഇത്. ഇതിൽ വരുന്നത് കോക്ടെയിൽ സോസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്പൈസി ആൻഡ് ക്രീമി സോസ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം. ചിക്കൻ ഷവർമയും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഷവർമ രണ്ടും നല്ല ടേസ്റ്റ് ആണ്. രണ്ടിലും 3-4 തരം സോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് സോസാണ് വേണ്ടതെന്ന്. ഇനി നമുക്ക് ഇവരുടെ ചിക്കൻ പീഡെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ലാർജ് പോർഷൻ ആണ്. എന്റെ ഫ്രണ്ട് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഓർഡർ ചെയ്തതാണിത്. ഇതിന് വരുന്ന റേറ്റ് ആണ് ഈ കാണുന്നത്. നല്ല കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാതരം വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ വളരെ ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്.
ഓ ഇത് തീരെയും കൊള്ളില്ല, കാരണം ഇതിൽ ചീസും ഇല്ല, അതിന് പകരം വല്ല തഹീനി സോസോ വേറെ ഒരു വിധത്തിലുള്ള മാരിനേഷനും ഇല്ല. ശരിക്കും ഒരു ഡ്രൈ ആൻഡ് ബ്ലാൻഡ് ഐറ്റം ആയിരുന്നു. എന്റെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഫ്രണ്ടിന് പോലും ഇഷ്ടമായില്ല. ഇതിന് പകരം ചീസ് ഉള്ളത് പറഞ്ഞാൽ മതിയായിരുന്നു, ആ കാശ് അങ്ങനെ പോയി. അടുത്തത് നമുക്ക് ഇവരുടെ തോംബിക് ആത്തോം ടർക്കിഷ് ബർഗർ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റേറ്റ് ആണ് വരുന്നത്, നല്ല സൈസ് ഉണ്ട്. ആഹാ കൊള്ളാം. മുകളിൽ പപ്പടത്തിന്റെ ടെക്സ്ചർ പോലെയുള്ള ഒരു ഔട്ടർ കവറിംഗ് ആണ് വരുന്നത്, പക്ഷെ താഴെ വരുന്നത് കുബൂസിന്റെ കട്ടിയിലുള്ള ഒരു ബേസ് ആണ്. പിന്നെ ഉള്ളിൽ നല്ല കിഡിലൻ ഫില്ലിംഗ് വരുന്നുണ്ട്, അതായത് ആത്തോം സോസ് വരുന്നുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട്, ചിക്കൻ ഷവർമ പീസസ് വരുന്നുണ്ട്. നല്ല കിഡിലൻ ബർഗർ, ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ബർഗർ തന്നെയാണ്. ഈ ഒരു റേറ്റിൽ ഒരാൾക്ക് കഴിക്കാവുന്ന ഒരു പെർഫെക്റ്റ് ബർഗർ തന്നെയാണ്. പിന്നെ ഇവരുടെ തുർക്കിഷ് ഐറ്റം അല്ലാത്ത ഒരേ ഒരു ഐറ്റമാണ് പറഞ്ഞത്, ഇവരുടെ ഹണി ഗ്ലേസ് ചിക്കൻ, അതിന്റെ ക്വാർട്ടർ പോർഷൻ ആണ് ഇത്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ഇവര് പറഞ്ഞു ഇവരുടെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണെന്ന് പറഞ്ഞപ്പോ ഓർഡർ ചെയ്തതാണ്. ചിക്കൻ കണ്ടപ്പോ നല്ലൊരു ടെംപ്റ്റിംഗ് ഗ്ലേസിംഗ് ലുക്കൊക്കെ ഉണ്ട്, നല്ല സ്മൂത്ത് ആവും എന്ന് വിചാരിച്ചു. പക്ഷെ ഗ്രിൽഡ് ആണെങ്കിലും നല്ല ഹാർഡ് ചിക്കൻ ആയിരുന്നു. അപ്പൊ തന്നെ അത് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറച്ച് പോയി. ഇനി നമുക്ക് ഇവരുടെ ആ ലവാഷ് ബ്രെഡ് ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിന്റെ കൂടെ ഇവരുടെ ഒരു മയണൈസ് ഡിപ്പും ഉണ്ട്, പിന്നെ കുറച്ച് സാലഡും ഉണ്ട്. അപ്പൊ ആ മയണൈസ് ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവരുടെ ലവാഷ് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരുന്നു, അത്രയ്ക്ക് നല്ലൊരു ഗ്രില്ലാണെന്ന് ഫീൽ ചെയ്തില്ല. ശരിക്കും ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് എന്താണെന്നറിയില്ല. ചിക്കൻ വളരെ ഹാർഡായിരുന്നു, പിന്നെ അതിന്റെ കൂടെ ലവാഷ് ബ്രെഡ് നന്നായിരുന്നു. പിന്നെ ഇനി സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മാരിനേറ്റഡ് സാലഡ് ആയിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഡെസേർട്ടിനായി പറഞ്ഞതാണ് ഇവരുടെ ഈ ഒരു ടിപ്പിക്കൽ തുർക്കിഷ് ഡെസേർട്ട് സൂട്ട്ലാച്ച്. ഈ റേറ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും കാണുമ്പോൾ ഒരു ഹാർഡൻഡ് വേർഷൻ ഓഫ് ഉമ്മാലി പോലെയാണ് ഫീൽ ചെയ്യുക. പക്ഷെ ഉമ്മാലി ബ്രെഡ് പുഡിംഗ് ആണെങ്കിൽ ഇത് റൈസ് പുഡിംഗ് ആണ്. റൈസും മിൽക്കും ഷുഗറും വാനിലയും സിന്നമണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ഡെസേർട്ട്. അപ്പൊ ഇതൊരു മസ്റ്റ് ട്രൈ ഡെസേർട്ട് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. അതായത് ഇവരുടെ എക്സ്ക്ലൂസീവ് തുർക്കിഷ് ഡിഷസ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ എൻജോയ് ചെയ്യും. അതായത് ഇവരുടെ തോംബിക് തുർക്കിഷ് ബർഗർ ആയാലും ഷവർമാസ് ആയാലും പീഡിയസ് ആയാലും. അതേപോലെ പീഡിയ ഓർഡർ ചെയ്യുമ്പോൾ ചീസ് ഉള്ള പീഡിയ ഓർഡർ ചെയ്യാൻ മറക്കണ്ട, അല്ലെങ്കിൽ അറ്റ് യുവർ ഓൺ റിസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.